അമേരിക്കയുടെ ആകാശത്തിലുടനീളം റഷ്യയുടെ ഡ്രോണുകൾ വിരഹിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അമേരിക്കയിൽ നിന്ന് തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂയോർക്ക് അടക്കമുള്ള വലിയ നഗരങ്ങളുടെ ആകാശത്തിലൂടെ നൂറുകണക്കിന് ഡ്രോണുകൾ നിരീക്ഷണ പറക്കൽ നടക്കുന്നു എന്ന തരത്തിലും ഇതിനെ വെടിവെച്ചിടാൻ വേണ്ടി ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ജോ ബൈഡനോട് ചോദിച്ചതും ഇപ്പോൾ വിവാദമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു നിഗൂഢമായിരിക്കുന്ന ഡ്രോണുകൾ അമേരിക്കയുടെ ആകാശത്തു കൂടി പറക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി റഷ്യ ആയിരിക്കും. റഷ്യക്കല്ലാതെ മറ്റൊരു രാജ്യത്തിനും അതിനുള്ള ധൈര്യം വരില്ല. ആയതിനാൽ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം. അത്തരം ഡ്രോണുകൾ അമേരിക്കയുടെ ആകാശത്തു കൂടി കണ്ടാൽ വെടിവെച്ചിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിയുക്ത പ്രസിഡന്റായിരിക്കുന്ന ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യയെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക പരസ്യമായ രീതിയിൽ ഉക്രൈൻ അനുവാദം നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു വിഷയത്തോടനുബന്ധിച്ചാണ് ഈ മേഖലയിൽ യുദ്ധം രൂക്ഷമായിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ആണവായുധ ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തി എന്ന് മാത്രമേ, ഈ റഷ്യയിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഭീകരവാദികൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു അക്രമമാണ് നടത്തിയത്. കാറിന്റെ അകത്ത് സ്ഫോടനം നടത്തിക്കൊണ്ട് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് കാറിനെ തകർത്തുകൊണ്ടാണ് ഈ ശാസ്ത്രജ്ഞനും കൂടെയുള്ള ആളും മൃഗീയമായിട്ട് കൊല്ലപ്പെട്ടത്. അതിന് ഉത്തരവാദിത്വം ഉക്രൈൻ ഏറ്റെടുത്തതോടുകൂടി വളരെ രൂക്ഷമായ രീതിയിലാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിനെ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു രാഷ്ട്ര അക്രമമായിട്ടോ രാജ്യാന്തര തലത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾക്കിടയിലുള്ള ഇടപെടലായിട്ടോ കാണാൻ വേണ്ടി സാധിക്കില്ല. പകരം ഇതൊരു ഭീകര അക്രമമാണ്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഉക്രൈൻ ചെയ്തത്. അത് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഒരു മരണ വാറണ്ട് പോലെയുള്ള ഒരു മറുപടിയാണ് ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസിക്കെതിരെ റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ ഇപ്പം നൽകിയിരിക്കുന്നത്. അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിശക്തവും കഠിനമായിരിക്കുന്ന അക്രമം തങ്ങളുടെ സൈനികർ ഉക്രൈന് നേരെ നടത്തുക തന്നെ ചെയ്യും. തങ്ങളുടെ ആത്മാഭിമാനത്തിന് നേരെ വെടിവെച്ചു എന്ന് മാത്രമല്ല, അതിന് നേരെയാണ് അവർ സ്ഫോടനം നടത്തിയത്. അതൊരു ഭീകര സ്ഫോടനമാണ്. അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം ഉക്രൈനെ നടത്തിയത് എന്ന് അവർ സമ്മതിച്ചതോടുകൂടി തെളിഞ്ഞിരിക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ അതിന്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നത്, ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യാൻ, അതായത് ഭീകരവാദികൾ ഉപയോഗിക്കുന്ന പ്രവൃത്തിയിലൂടെ രാഷ്ട്രത്തിന്റെ ഉന്നതരായിരിക്കുന്ന നേതാക്കളെ കൊലപ്പെടുത്താൻ ഒരു രാജ്യം മുതിരുന്ന സമയത്ത് അതിന് അമേരിക്കയുടെ പിന്തുണയില്ലാതെ അത് ചെയ്യുകയില്ല എന്നുള്ളത് തങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങളത് മനസ്സിലാക്കുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ധൈര്യം ഈ റഷ്യയുടെ ഏത് ഭാഗത്ത് കയറിയിട്ടും ആക്രമിക്കാൻ പാകത്തിൽ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തോളാനുള്ള സമ്മതം യഥാർത്ഥത്തിൽ അമേരിക്ക ഉക്രൈന് നൽകിയിരിക്കുന്നു എന്നതിനാൽ അമേരിക്കയും പ്രതിക്കൂട്ടിലാണ് എന്ന തരത്തിലാണ് റഷ്യയുടെ നിലപാടുകൾ അല്ലെങ്കിൽ റഷ്യയുടെ അഭിപ്രായങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾ അമേരിക്കയെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ നിന്ന് പിറകോട്ട് പോകില്ലെന്ന് യഥാർത്ഥത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് പറയുകയാണ്. വേണ്ടി വന്നാൽ അമേരിക്കയെ തങ്ങൾ ആക്രമിക്കുമെന്നുള്ളതും അതിൻ്റെ ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിലാണ് തങ്ങൾ ആ രാജ്യത്തിൻ്റെ മേലെ ഡ്രോൺ നിരീക്ഷണം എന്നൊക്കെയാണ് പറയുന്നത്. നിഗൂഢ ഡ്രോണുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് അമേരിക്ക പറയുന്ന സമയത്ത് തങ്ങൾ ഡ്രോൺ നിരീക്ഷണം നടത്തിയത് അക്രമത്തിന്റെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന തരത്തിലാണ് ഈ റഷ്യയുടെ പ്രസിഡന്റ് ഇതിനെ ന്യായീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഉക്രൈന്റെയും റഷ്യയുടെയും സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിഭീകരവും അതികഠിനവുമുള്ളതാണ്. ഏതു തരത്തിൽ എങ്ങനെ ആക്രമിക്കും എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് ഈ സ്ഥിതികൾ പോകുന്നത്. അപ്പോൾ അതോടനുബന്ധിച്ച് ഉക്രൈൻ്റെ അകത്ത് രാസായുധം പ്രയോഗിച്ചിട്ടുണ്ട് എന്നൊരു പരാതി ഇതിൻ്റെ ഇടയിൽ വന്നിരുന്നു. ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ട ആ പ്രവൃത്തി ചെയ്തത് ഈ കഴിഞ്ഞ ദിവസം ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞനാണ് എന്നതിനാലാണ് ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തങ്ങൾക്ക് പ്രേരണ കിട്ടിയത് എന്ന തരത്തിലാണ് ഇതിനെ ഉക്രൈൻ ന്യായീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധ രീതിയിലേക്ക് യഥാർത്ഥത്തിൽ റഷ്യയും അമേരിക്കയും ഏറെക്കുറെ നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങളും അമേരിക്ക പിന്തുണ നൽകുന്ന സൈനിക മേഖലയും തീർച്ചയായിട്ടും തങ്ങൾക്ക് ശത്രുതാ സംവിധാനമുള്ള
പ്രദേശമായിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന തരത്തിലാണ്. അവരെയും തങ്ങൾ ആക്രമിക്കും. അത് ഏത് ഉദ്ദേശമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അറബ് രാജ്യങ്ങളിൽ ഉടനീളം അമേരിക്ക താവളങ്ങളും സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട്. ആയതിനാൽ ആ മേഖല ആക്രമിക്കുമോ എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ വലിയ സംശയത്തിലാണ്. അതോടൊപ്പം തന്നെ ബഫർ സോണിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഇസ്രായേലിന് നേരെ വേണ്ടി വന്നാൽ തങ്ങൾ ആക്രമിക്കും എന്ന് അനൌദ്യോഗികമായിരിക്കുന്ന ഒരു റിപ്പോർട്ടും റഷ്യയിൽ നിന്ന് പുറത്തു വരുന്നു. സിറിയയുടെ ഭൂപ്രദേശത്ത് അങ്ങനെ വിരയിക്കാനൊന്നും ഇസ്രായേലിന് അനുവദിക്കുകയില്ല. ഇസ്രായേൽ ആ പ്രവൃത്തി ചെയ്യുന്നത് അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ്. ആ മേഖലയിൽ വേണ്ടി വന്നാൽ തങ്ങൾ ഇടപെടും എന്ന തരത്തിലാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് നിലപാടായിരിക്കുന്ന രീതികളൊക്കെ പുറത്തു വരുന്നത്. അങ്ങനെ വലിയൊരു രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ വക്കിൽ, അതായത് മൂന്നാം ലോക യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ രണ്ടാം ലോക യുദ്ധത്തിന്റെ ആരംഭഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായത്. ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞു, പിന്നെ രണ്ടാം ലോക യുദ്ധം എന്ന് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിലെ വിജയവും പരാജയവുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാം ലോക യുദ്ധം ഉണ്ടാകുന്നത്. രണ്ടാം ലോക യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും റഷ്യയും ചൈനയൊക്കെ ഒരു ചേരിയിലാണ്. ആ യുദ്ധം കഴിഞ്ഞ് അവർ വിജയിച്ചതോടുകൂടി പിന്നെ ചേരി തിരിഞ്ഞു. അവരുടേതായിരിക്കുന്ന നിലനിൽപ്പിനും ആധിപത്യത്തിനും വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന രീതിയാണ് പിന്നീടുണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റഷ്യയും അമേരിക്കയും അല്ലെങ്കിൽ അമേരിക്കയും ചൈനയും ഒക്കെ വലിയ രീതിയിൽ ആയുധ വിന്യാസങ്ങളും സൈനിക ശക്തികളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തങ്ങളാണ് ശക്തിയുള്ളവർ എന്ന് തെളിയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുറവിളികളൊക്കെ ഈ മേഖലയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ സാധിക്കുന്ന തരത്തിലാണ് റഷ്യയുടെ അമേരിക്കയിലുള്ള ഇടപെടൽ. അതിന് യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന ഒരു മറുപടി നൽകാൻ അമേരിക്ക ഇപ്പോൾ സാധിച്ചിട്ടില്ല. നിഗൂഢമായിരിക്കുന്ന കുറെ ഡ്രോണുകൾ തങ്ങളുടെ ആകാശത്തിലൂടെ ന്യൂയോർക്ക് അടക്കമുള്ള വലിയ നഗരത്തെ ലക്ഷ്യമാച്ചുകൊണ്ട് പറന്നു പോയിരിക്കുന്നു. അതല്ലെങ്കിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ അത് അവിടെ വരാറുണ്ട്. അതുകൊണ്ട് അത് ശക്തമായിരിക്കും നിരീക്ഷണം നടത്തിക്കൊണ്ട് അതിനെ വെടിവെച്ച് താഴിടണം എന്നുള്ള നിലപാടൊക്കെ നിയുക്ത പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ബൈഡൻ ഇപ്പോൾ ചെവി കൊണ്ടിട്ടില്ല. ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. ഏതായിരുന്നാലും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്.